ഇപ്പൊ നോക്കണമെങ്കിൽ ഓൺ ദ വേ. വാവ്, OTW മറ്റേ ജെൻസി ചെറുക്കനെ. ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. TP സൈഡിൽ നിന്ന് ആദ്യം ഫയറിംഗ് എന്റെ അടുത്തൊക്കെ ഫ്രീ ആണോ? ബ്രോ ഫ്രീ ആണോ? ബ്രോ സമയം നോക്കിട്ട് ഞാൻ ഒരു വണ്ടി ഇവിടെ കുത്തി നിൽക്കുന്നുണ്ട്. ഇറങ്ങി അടിക്കാനുള്ള പ്ലാനാണോ? ഗണ്ണില്ല, എന്തിനാ ഹോസ്റ്റ് എടുക്കാൻ പോയ? ഹോസ്റ്റ് എടുത്തതിന് ശേഷമാണല്ലോ ഗണ്ണില്ലാണ്ടായത്. കളിച്ച് ഏബലുണ്ട്. പിന്നെ അതുപോലെ തന്നെ TPയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരായിട്ട് വെടിയിക്കട്ട്. ഒരുത്ത പിടിക്കുന്നു, മറ്റവന് കണ്ണുകൊടുക്കുന്നു, മറ്റൊന്ന് വെടിയിക്കട്ട്. ഓരോ ഊഴം വെച്ചവര് വെടിയിക്കട്ടെ. കുഴപ്പമില്ല, 3 കണ്ണുണ്ടോ മാർക്ക്? അവര് മാറി മാറി വെടിച്ചോളൂ. നീല്, മന്ദാരം, അലക്സ്, ബാലൻ, ആഷ്, മോബി ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. മോബിയുടെ ഭാഗത്തുനിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങുന്നുണ്ട്. പ്ലേയേഴ്സ് എല്ലാം തിരിച്ച് വീട്ടിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണോ? റിജോ ബ്രോ താങ്ക് യു സോ മച്ച് ട്ടാ റിജോ ബ്രോ. ഇറക്കി വിടും ഇവിടുന്ന്, ഇറക്കി വിടും. അങ്ങനെ അത് തന്നെ പറഞ്ഞാ കേൾക്കണ പിള്ളേരെ എനിക്ക് ഇഷ്ടം. അങ്ങനെ പവറായിട്ട് വാ. പുഷ് ചെയ്തല്ലേ മോബി തിരിച്ച് വീട്ടിലേക്ക് കയറുന്നു. വീണ്ടും തളർന്നാകാൻ. മോബി സ്റ്റിൽ വീണ്ടും ഞാൻ വരുവേ. വരുന്നു പെട്ടെന്ന് കമ്പ്യൂട്ടർ അങ്ങനെ അവിടെ ഒരു ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ടയർ ഡാമേജ് വീണ്ടും എനർജി പറഞ്ഞു. വീണ്ടും വരുവാ ഞാൻ. അത്രേ ഉള്ളു. പിന്നെ അല്ലേ സെറ്റാക്കിയില്ലേ? അവൻ ഒറ്റയ്ക്ക് വന്ന് കുത്താൻ. പൊട്ടാസ് ബിനു എന്താ പൊക്കി വിടുന്നത്? ഇല്ല, അവന്മാര് മണ്ടന്മാര് വീഡിയോ ഇട്ടില്ല. അതല്ല, അവന്മാരുടെ ടീമല്ലേ ലാസ്റ്റ് വന്നിരിച്ച വണ്ടിയില് കുത്താൻ പോയപ്പോ. നോക്കി ഒന്ന് ബാക്ക് അടിച്ചു നോക്കി. ബാക്കിൽ നിന്ന് വണ്ടി ഒന്ന് കുത്തിയത്. കൊന്നവനെ ആദ്യം കില്ല് കിട്ടിയില്ല. ഒരു വണ്ടി ക്രോസ് ചെയ്ത് പോയില്ല. ഞാൻ പറഞ്ഞില്ല ടീമായിട്ട് അടിക്കുന്നത്. അതുകൊണ്ടായിരിക്കും മിക്കവാറും വിളിക്കാത്ത വീഡിയോ. ടോമക്കല്ലേ വിളിക്കണ്ടല്ലേ? അങ്ങനല്ല, ഇവന്മാരുടെ തന്നെ പുറകെ ഒരു വണ്ടി വന്നില്ലേ? ഇത് എന്ത് വിട്ടേ? വീഡിയോ ഇട്ടേക്കുന്ന ആള്. എടാ എനിക്ക് വിഷം വരുന്ന പാവോള് ഇവർക്ക്. ഞാൻ ബാക്ക് അടിച്ച ബഗ്ഗാവും. കണ്ടോ ഞാൻ നോക്കിക്കോളാം. റീഫ്രഷ് ചെയ്തോണ്ടോ? നമ്മുടെ വണ്ടിക്ക് ഡോറില്ലെങ്കിൽ ഇവരുടെ വീട്ടിലുണ്ടോ? കണ്ടുപിടിച്ചിട്ട് പറ. ഇത് പേരെന്തായിരുന്നു? ക്വാളിറ്റി മാറ്റിയാൽ മതി. നിങ്ങളെ ജിയിലേക്ക് പോകാം. നമ്മുടെ ജിയിലോട്ട് പോവാനേ ബാബാ. ക്യാമറ ഓണൊക്കെ ചെയ്യുന്നു. എന്ത് പറയുന്നു?
വാറ്റിനൊക്കെ കോമാളിയാക്കണം നിനക്ക് ഇങ്ങനെ. ആ സിക്സ് പറയുന്നവന്മാരൊന്നും കോമളിയല്ലേ? ഇന്നത്തെ പിള്ളേരുടെ ഒക്കെ കൂൾ ഗൈ ആണ് ഞാൻ. വാറ്റ് തുണി ഊരി dance ഇല്ല, അത് പണ്ടത്തെ കാലത്താണ്. അത് നീ കൊണ്ടുപോയി ഇതാക്കിയോ കൂളായിക്കോ. ഷെഡ് കേട്ടോ ഷുഗർ കട്ട് ചെയ്യാൻ എന്ത് പാടാ എന്റെ അമ്മോ. ഇപ്പൊ സൈലബ മേടിച്ചത് കൂൾ അമ്മാവനാ. സൈലബ കൂളൊക്കെ നിർത്തി ഇപ്പോ. സൂപ്പർ. പാക്കോ അയ്യോ കണ്ടില്ല. നമ്മളെ ഡയറ്റും പാക്കോ താങ്ക് യു സോ മച്ച് ഫോർ ദി കിക്ക്. താങ്ക് യു സോ മച്ച്. നല്ല മുത്താണ് പാക്കോ 20. താങ്ക് യു സോ മച്ച്. അതെ അങ്കിൾ ബണ്ണാണ് ഗോകു. വാട്ടണ്ണ ഒരു റിക്വസ്റ്റ് വന്നു. എന്തോന്ന്? TMS ഒക്കെ ഒരു റിക്വസ്റ്റ് വന്നു. അവനെ പൊക്കിട്ട് പോകുന്നു നോക്കിയാ വാർ വെച്ചാ DJ പാർട്ടി ഉണ്ടോന്ന്. ശ്യാമിനെന്ന് പറഞ്ഞ സാധനം ഇരിക്കില്ല ഈ കൊടവരം വെച്ച് കാണിച്ചു കൂട്ടുന്നത്. പിന്നെ തലയല്ലേ കുലിക്കണ ഡിജയില് എന്റെ തല മാത്രം കുലുങ്ങുന്നത് നീ കണ്ടോളൂ. അത് മാത്രമേ കണ്ടുള്ളൂ. നീ വാ ഞാൻ കാണിച്ചില്ല. എന്ത് ഡാൻസ് പാർട്ടിന്ന് കേറാം. RDRL ഓ കേറാം. സ്റ്റാമിന ഇല്ലെന്നോ? സ്റ്റാമിന പറഞ്ഞ നീലന്റെ വണ്ടി അത്രയും കിടന്ന് ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ടുള്ളത് അവനും പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ലൈവ് ഇട്ടിട്ട് എല്ലാവരുടെ മുന്നിൽ ഇരുന്നിട്ട് ഒരു പാട്ട് ഇട്ടിട്ട് ഡാൻസ് കളിക്കണം. എന്നിട്ട് മനസ്സിലാവും. ആദിശങ്കർ ബ്രോ താങ്ക്സ് ഫോർ ദി കിക്ക്. പാക്കോ ബ്രോ താങ്ക്സ് ഫോർ ദി കിക്ക്. താങ്ക്സ് സോ മച്ച്. താങ്ക്സ് സോ മച്ച്. താങ്ക്സ് സോ മച്ച്. പിന്നെ ബുത്താണ് പാക്കോ ആദിശങ്കർ ലവ് യു. താങ്ക്സ് സോ മച്ച്. ഇത് കഴിഞ്ഞാൽ ഭീമഞ്ചി കളിക്കുന്നാടാ. കളിക്കാൻ ആരും ഇല്ലടാ. ഫോർസോ ഉണ്ടോ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂന്നാ. ഫോർസോ ഉണ്ടോന്ന് ചോദിച്ചാൽ ആരുമേ ഇല്ല. എന്ന് വെച്ചാൽ ആരും ഇല്ലെന്നല്ല, നമ്മുടെ ആ ഒരു മെയിൻ ടീം ഉണ്ടല്ലോ. ഇപ്പൊ നോക്കണെങ്കിൽ കാസ്ട്രോയും ഡീമൻ ഓക്കെ, ഈകള്, ഞാൻ, ഡീമൻ, ഇവര് മൂന്നുപേരായിരുന്നു നല്ലപോലെ കട്ടക്കട്ട കളിച്ചോണ്ടിരുന്ന. മനസ്സിലായില്ലേ? ഇപ്പൊ കാസ്ട്രോയും വന്ന് കാസ്ട്രോയും നമ്മളിവിടെ കട്ടക്കട്ട കളിയും. അപ്പം ഒരാള് പോയെങ്കിലും രസം കാണത്തില്ല. മനസ്സിലായ? അടുത്ത മാസം ഞങ്ങളെ അമ്പലത്തിൽ പരിപാടി ഇങ്ങനെ DJ കോമൺ വണ്ടിയുടെ റിമ്മിന്റെ കളർ എല്ലാം ഒന്നാണ്. ശരിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. നിന്ന് പോയാലും ഒരു കരിയർ കാണുമല്ലോ. ചുമ്മാ പോയിട്ട് പറ്റില്ല. ലാപ്ടോപ്പിൽ ഒരു സാധനം മറ്റേ DJയുടെ സാധനം വാങ്ങിച്ചു വെച്ചിട്ട് ലാപ്ടോപ്പിൽ പോയിട്ട് ഇങ്ങനെ പാട്ട് കൊടുത്തിട്ട് ചുമ്മാ ഇട്ട് അനക്കെ പോയി പൊട്ടന്മാർ വിശ്വസിച്ചോളൂ. പൈസ വാങ്ങിച്ചു പബ്ജി കൂടി കളിക്കുവാറ്റേ. പബ്ജി സ്ട്രീം സീകൾ കോച്ച് നീയൊക്കെ ഉള്ള സ്ട്രീം മിക്സ് ആവുന്നുണ്ട്. സ്റ്റീവ് ആരും ഇപ്പൊ പബ്ജി സ്ട്രീംസ് ഇടുന്നുണ്ട്. എടാ പാക്കോ താങ്ക്സ് ഫോർ ദി കിക്ക്. നമ്മൾ പബ്ജി കളിക്കാത്തതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പബ്ജി നമുക്ക് ദേഷ്യപ്പെട്ടതാ. എന്നൊക്കെ ഉറങ്ങിയിരുന്ന് കമന്റ് ദേഷ്യപ്പെട്ടതാ. അപ്പോഴേക്കും പോറായി. അത് നീ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞോണ്ടിരുന്നത്? പബ്ജി എന്ന് പറഞ്ഞത് നമ്മള് ഓരോ ദിവസം പോയിട്ട് കളിച്ചിട്ട് പിറ്റേന്ന് കളിക്കാണ്ടിരുന്നത് അങ്ങനെയല്ല. അതിനൊരു സ്കില്ല് ഇതുണ്ട്. പ്രാക്ടീസ് വേണം. അപ്പൊ കാണിക്കാൻ വേണമെങ്കിൽ ഓക്കെ കളിക്കാം. നല്ലോണം ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോ എനിക്ക് അതിൽ നല്ലപോലെ ഫ്രാഗ് ചെയ്യാൻ അതൊക്കെ പറ്റണം. അപ്പൊ അതിന് നമ്മള് കുറച്ച് ടൈം കൊടുക്കും. പക്ഷെ പബ്ജിക്ക് ടൈം ഒരു സിറ്റുവേഷനിലല്ല ഇപ്പൊ. പിന്നെ ഫൈനൽസ് കളിക്കുന്നുണ്ട്. പക്ഷേ ഫൈനൽസ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫൈനൽസ്. അതാണ് വേറെ പ്രശ്നം. ഫൈനൽസ് കൂടുതലും ഒരു മറ്റേ ആൾക്കാർ കാണാനല്ല, കളിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. എന്ന് വെച്ചാൽ ഇഷ്ടം. എന്നുവെച്ചാൽ ആ ഗെയിം അങ്ങനെയാണ്. നമുക്ക് കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻജോയ്മെന്റും അഡ്രിനലിനും കാണുന്നവർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. അതാണ് ഫൈനൽസിന്റെ. പാക്കോ താങ്ക്സ് ഫോർ ദി കിക്ക്. താങ്ക്സ് സോ മച്ച്. സത്യം ഫൈനൽ സ്ട്രീം കാണാൻ അത്ര സുഖമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഗോക്കു യൂട്യൂബൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാം ഷോർട്സ് ഒക്കെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന ചെയ്യണം. അത്
ഒരു പയ്യനെ ഇപ്പൊ ടുബോർഗിന്റെ ഒരു എഡിറ്റർ പയ്യനെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അവനെ വെച്ച് എന്ന് ഇതാക്കണം. ഞാൻ എന്തായാലും നാട്ടിൽ വരുമ്പോ ഞാൻ എന്തായാലും യൂട്യൂബ് ആക്റ്റീവ് ആക്കും. ഞാനിപ്പോ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഭയങ്കര കളിയാ. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഈഗിൾ ആ ഫുഡ് ആണെങ്കിൽ അവൻ കാരണമാണ് ഞാൻ ക്ലാഷ് ഓഫ് ക്ലാൻസ് തുടങ്ങിയത്. പോടാ അത്രയൊന്നുമില്ല. അവിടെ താഴെ പോണം. താഴെ എന്നിട്ട് അവൻ ഒരു ക്ലാൻ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഇന്നേവരായി. ഞാൻ ഇപ്പൊ നാട്ടാട്ട ക്ലാനിൽ കയറി കളിച്ചോണ്ടിരിക്കും. ഞാൻ പക്ഷെ ക്ലാനിൽ കളിച്ച് ആ വാർ ഞാൻ ജയിച്ചു. എന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള വാറായിരുന്നു ഞാൻ ഇന്ന്. 2 വാർ ഞാൻ 3 സ്റ്റാർ അടിച്ചു. അപ്പാപ്പനെ അനൗൺസ് ചെയ്ത് അന്ന് വന്നു. ഓക്കെ ടീമിയുടെ ഭാഗത്തേക്ക് നല്ലൊരു ഫയറിങ്, നല്ല ഫയർ. സോഫ്റ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. ക്ലാൻ ഉണ്ടാക്കണം. എടാ ഈഗിള് അവൻ ടി വി ആയിട്ട് ക്ലാൻ ഉണ്ടാക്കുന്നു പറഞ്ഞതായിരുന്നു. പക്ഷെ അവൻ ഉണ്ടാക്കിയില്ല. ഈ പയ്യന്റെ പേര് ഞാൻ എവിടെയോ കാണിച്ചിട്ടാ വിളിക്കൽ. ഞാൻ കുറച്ച് ഇതാണ് മറ്റേ നമ്മളെന്താ ബൂസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പുഷ് ചെയ്ത് വരുന്നതിന് എന്താ പറയുന്നത്, പുഷിങ്. പണ്ടൊരു പാക്കളൊക്കെ ഉണ്ടായിരുന്നൊക്കെ റഷ് ബേസ് കുറച്ച് റഷ് ബേസ് ആണ് എന്ന് വെച്ചാൽ പക്ക റഷ് ബേസ് അല്ല. അതൊന്നല്ല. കാണിച്ചത് ഇത് കഴിയുമ്പോ കാണിച്ചുതരാം. ഒരു വിഷയ ഒരു ഗെയിം ഉണ്ട്. ഒരു വിഷയ ഗെയിം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒരു വിഷയ ഗെയിം. ഇതിന് ശേഷം ഈ ഒരു വാരമായിട്ട് ഒരു വിഷയ ഗെയിം ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാം. വിഷയോട് കേട്ടോ വിഷയം. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ടോമിനെ എടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോ വീണ്ടും എന്താ വീണ്ടും ഹോൾഡു എന്താണ് കാണിക്കുന്നത്? റേഡിയില്ലാത്തതിന് ഹോൾഡ് വിളിച്ചാ. വീഡിയോ വിട്ടോ. കളിക്കാൻ പോകുന്നതിന് റേഡിയോ ഇല്ലെന്നാ. ഗുഡ് ഗുഡ് ബ്രോ. കണ്ണുകൂടെ ഒരു കത്തുന്നത്. അല്ല ഇത് മറ്റേ തന്നെ പൊങ്ങുന്നില്ലല്ലോ. തൂറാൻ പോകുന്ന ചന്തി കൊണ്ടുപോകുന്ന പരിപാടി ഇപ്പൊ എന്ത് വൃത്തിയുടെ കണ്ടാപ്പി. ആ കണ്ണാപ്പി ഒരു കാര്യം പറയട്ടെ. നിന്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ ഞാൻ കേട്ടിട്ട് ഇവനാ എന്നൊക്കെ വിചാരിച്ചേ. കണ്ണാപ്പി നിന്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ പറയാണ് പണ്ട് കണ്ണാപ്പിയും അതായത് ശ്രീമറൊക്കെ ആവുന്നതിനൊക്കെ മുന്നേ കുറെ ടീംസ് ആയിട്ട് ബസ് സ്റ്റാൻഡിൽ പെണ്ണുങ്ങളെ മാറ്റാൻ നിൽക്കും ഗുണ്ടകളായിരുന്നു അവിടുത്തെ ആ ഏരിയയില്. ഇവനാ അവിടെയൊക്കെ ഭയങ്കര പിടിപാടായിരുന്നു, ഗുണ്ടകളായിരുന്നു. ഞാൻ ആലോചിക്കാണ് ഇത്തിപ്പൂലികളായിരുന്നു ശ്രീമർ ആവുന്നതിന് മുമ്പ് തിന്നതിന് മുമ്പ് ഇവനൊക്കെ അവിടുത്തെ ഭയങ്കര ടീമായിരുന്നു കണ്ണാപ്പിയൊക്കെ. ആ ചെറുക്കൻ പറയാ പണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. കണ്ണാപ്പി അവന്മാരൊക്കെ ആ ഒരു വെച്ചാ അത്ര കിടിലെന്ന് അവന്മാരെ കണ്ടൊക്കെ നമ്മൾ ഇതായത് ഇത് അങ്ങനൊക്കെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച സ്ഥലോ. പണ്ട് പണ്ടേ പറ്റില്ല കൊച്ചു പയ്യനായിട്ടാണ് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. നാവ് വെച്ച് മനസ്സിലായോ? അതുകൊണ്ടല്ല നമ്മളീ ഇപ്പോഴും ഫീൽഡിലൊക്കെ പിടിച്ചിരിക്കുന്നത് എന്തേലൊക്കെ. അല്ലണ്ണ അന്ന് തൊട്ടേ മറ്റേ എനിക്ക് മറ്റേ കൈബലവും ഇതൊന്നും ഇല്ല, മനസ്സിലായോ? മറ്റേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിയുന്നതൊക്കെ ഞാൻ തന്നെ ആയിരുന്നു. അല്ല ആരെയൊക്കെ അങ്ങനെ അതൊരു ഒരു ട്വിസ്റ്റ് ആയിരുന്നു ഞാൻ. പക്ഷെ അത് അറിഞ്ഞത് ഒരു വീട്ടിനടുത്തുള്ള പിള്ളേർ പറഞ്ഞതാ ചെറുക്കൻ കുറച്ച് വിഷയായിരുന്നു എന്നൊക്കെ. പക്ഷെ എനിക്ക് അതുകൊണ്ടല്ലേ ആ നാട്ടിലോട്ടൊന്ന് പോയി നോക്കണം. എനിക്ക് തൊടാൻ പറ്റില്ല പറയുന്നത് അതല്ല. എന്നിട്ട് ഇവൻ ഈ ഇടയ്ക്ക് ഗെയിമിംഗ് റൂമിന്റെ ഇതൊക്കെ ഇട്ടല്ലോ, അത് നാട്ടിലൊക്കെ കുറച്ച് സംസാരമായിരുന്നു. അപ്പം പറയാ എടാ പണ്ടത്തെ മറ്റേ അവയില്ലേ ആ ഗുണ്ടയെ പോലെ നടന്ന മാറ്റി നടന്ന ബസ് സ്റ്റോപ്പിലൊക്കെ അങ്ങനെ പറഞ്ഞേ. ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞത് എടാ നിനക്കറിയാവോ ആ ഗെയിമിംഗ് റൂമിന്റെ അവൻ അന്ന് പണ്ട് ആ ബസ് സ്റ്റോപ്പിലൊക്കെ ഗുണ്ടായിസം കാണിക്കുന്ന ആ പയ്യനില്ലേ അവനാണ്. അവൻ സ്ട്രീമറായി അവന്റെ ഗെയിമിംഗ് റൂമാണ്. എന്തൊക്കെയാണോ കേക്കണേ. നീ ആ സമയത്ത് ഒരു ഫോട്ടോ അയച്ചു തന്നെ നോക്കട്ടെ ഗുണ്ടനെ. എടാ ഇവന്റെ പണ്ടത്തെ നീ കണ്ടില്ലേ? അവൻ സ്ട്രീമിൽ തുടങ്ങിയ സമയത്ത് നോക്കിയാൽ അവനെ കണ്ടിട്ട് അവൻ ഗുണ്ടായിസം ഒന്നു എന്തൊക്കെ കേക്കണം. സാലി ഒരു നല്ല എന്റർടൈൻ ആയിരുന്നു. വിൽ മിസ് ഹിസ് ആർപി. സത്യം
അവനൊക്കെ പിന്നെ കരിയർ ഒരു ചേഞ്ച് കൊണ്ടുവന്നില്ല. അവർക്ക് വേറൊരു രീതിയിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവന്മാരങ്ങനെ പോയി. വരണം അടിപൊളി ആർപ്പ് കൊണ്ടുപോകാം. അതൊക്കെ കാണുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ഓളവും രസവും ഉള്ളതെന്നാണ്. എടാ ഇന്ന് ഞാൻ ലൈവ് വന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് ചെയ്തിട്ട് അങ്ങ് പോകാം. അപ്പോഴേക്ക് വാറായി. മനസ്സിലായില്ലേ? ഇതാണ് ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ എങ്ങനെ ആവും ആർപ്പിറക്കും? ഞാൻ കണ്ണൻ ചേട്ടന്റെ മോഡ. ഓ നിനക്ക് അതിനെക്കാട്ടിയും വലുത് ഒന്നും വരാനില്ല. ഞാൻ കിക്കിന്റെ കേസ് പറഞ്ഞു അടുത്തുന്ന സത്യം. ഇപ്പൊ യൂട്യൂബിലൊന്നും ആരും ഓഡിയൻസ് ഒന്നും ഇല്ല, എല്ലാരും കിക്കിലാണ്. അപ്പൊ അങ്ങേരെ അവിടെ യൂട്യൂബിൽ ഒറ്റയ്ക്കിരുന്ന് എന്തിനു കാണിക്കുന്ന എനിക്കറിയില്ല. സരക്കണ വരും എവിടെ നടാ. അവൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഇതായിട്ടിരിക്കണം. അവൻ ഉടനെ വരും. ബ്രോ മൈൻഡ് ഇല്ല എന്നെ. കക്കാശി നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് നീ ഒന്നും മൈൻഡ് ഇല്ല ചെയ്തില്ലല്ലോ. എന്നിട്ട് ഞാൻ മൈൻഡ് ഇല്ലെന്നാ. നിങ്ങൾക്ക് അന്ന് തൊട്ട് ഉള്ളതാണല്ലേ പഴയ അറിയിപ്പുകാരൊക്കെ പോലത്തെ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പഴയ ബോബിന്റെ നാളെ രാവിലെ മഴയാണെങ്കിൽ മൂഞ്ചിടാ. അതിനി വരുമെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഞാൻ ഇതാക്കുന്നതല്ല, എല്ലാവർക്കും ഇപ്പം ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവണം എന്നുള്ളൊരു ഇത്. കാരണം എപ്പോഴും കൂടുതൽ നമുക്കിട്ടായിരിക്കും പണി വരുന്നത്. കാരണം നമുക്കിട്ട് പണി വരുമ്പോഴാണ് അവർക്ക് കൂടുതലും ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്നത്. നമ്മളാണ് കിടിലം എന്ന് എത്തിക്കാൻ പറ്റുന്നത് മെയിൻലി നമ്മളെ ഇതാക്കുമ്പോഴാണ്, കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം നമുക്ക് ആ ഒരു ഇതിപ്പോ ഈഗിളിനാണെങ്കിലും 20,000 റേഞ്ച് അത് നീലകണ്ഠന്റെ ഐഡിയ ആണ്. നീലകണ്ഠൻ ഇനി നോക്കിയോ പറഞ്ഞു കൊടുക്കും. ഓരോരുത്തരുടെ അടുത്തൂടെ നീന്തിട്ട് പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരും അടി തുടങ്ങി. എല്ലാരും ഇവിടെ കുത്തി. ഓക്കെ അറിഞ്ഞിട്ടോ നീ എന്നോട് പോയത്. കിലോജപ്പാനോട് ഒരു പിക്ക് എടുക്കുന്നു. മോബിയോട് ഒരു പിക്ക് എടുക്കുന്നു. രണ്ടാമത്തെ മോബിയുടെ മൂന്നാമത്തെ എടുത്തിട്ടുണ്ട്. ബ്രോ എന്റെ അമ്മോ കഴിഞ്ഞു. കളിച്ചു വിട്ടിട്ടെ കഴിഞ്ഞു. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. 10 സെക്കൻഡ് തീർന്നു. പറഞ്ഞില്ലേ ഇത് പ്രീ വാറല്ലേ? സൂപ്പർ. കഴിഞ്ഞില്ലേ? ഒരു ഇറക്കം കഴിഞ്ഞിരുന്നു കണ്ടില്ല. ആ മാർക്കറ്റ് ഇറങ്ങി. എടാ ഇവിടെ ഇറങ്ങി. ഇതിനകത്ത് ഇറങ്ങി. ഇവിടെ ഇറങ്ങി. ആ മാർക്കറ്റ് ഇറങ്ങി. എടാ പട്ടി. ഓ ഇറ്റാച്ചി ഞാനൊക്കെ വെള്ളത്തിൽ പോയേ കേട്ടാ. നീ മാർക്കേ എന്നെ ഇടിച്ച് തോലച്ച്. അവൻ നമ്മളുടെ ഒരാളായിട്ട് നടിക്കുന്നു. എന്റെ പി എടുത്ത് നോക്ക്, വിഷമം വരും. നീ അവിടെ കുത്തി അതേപോലെ വിഷമം വരും. 10 പേരെ വണ്ടിയാ 10 വിഷമം വരും, കരച്ചിലൊക്കെ വരും കണ്ണിന്ന്. നീ കിക്കിലില്ലേ? കളിച്ചത് നീ കിക്കിലില്ലേടാ? ഫോളോ ചെയ്തിട്ടില്ലേ? കിക്കിന്റെ പേരെന്താ? നീ യൂട്യൂബിലല്ലേ? അല്ലല്ല ഞാൻ ഇങ്ങോട്ട് വന്നു കിക്കി വന്നു. എന്ത് പേരെന്താ നിന്റെ? അതന്നെ LX2 PC
ലേബൽ TV. എടാ പക്ഷെ ഇപ്പൊ ഫോളോ ചെയ്യാൻ പങ്കുണ്ട് എന്നെ എന്താണ് അവന്റെ പേര്? നമ്മളുടെ ഒരാളായിട്ട് അതന്നെ. എന്റെ മെസ് ബൈ കൊക്കു ടീം ഇന്ന് ഈ വാണം എടുത്ത നീ അടിച്ച് ഞാൻ കണ്ട്. ബാക്കിലോട്ട് ഞാൻ എടുത്തല്ല എന്നെ ഏൽപ്പിച്ചതാ മന്ദാരോ സ്നൈപ്പ് അങ്ങനെ പറയണം. ഇറങ്ങി. അതിന്റെ റേഞ്ച് പാക്കു താങ്ക്സ് സഹോദരാ റൈഡറാ താങ്ക്സ് സോ മച്ച്. അപ്പഴേ പറഞ്ഞില്ലേ ഓ ഉറക്കത്തിലായിരുന്നു അവൻ നിർത്തിപ്പോയി 6 കഴിഞ്ഞപ്പോഴേക്ക് താങ്കടാ അങ്ങനെ കളിച്ച് മനസ്സിലായ അതാരെടുത്തോണ്ട് നല്ലപോലെ ടൈം സത്യം അവിടെ ഇവന്മാരൊക്കെ അറിയാൻ മേല. ജയിച്ചില്ലേ? ഹാലോവിൻ നിനക്ക് ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധി. നമ്മൾ ഏത് റിഡ്ജിൽ പോയി പാത്തിരുന്നാലും തല മാത്രം കാണാം. അവൻ വന്ന് അവൻ ഇതിലോട്ട് വന്ന് പേര് മാത്രമേ ഉള്ളൂ അവന്റെ ടി ജി എന്ന്. ആ പേര് മാറ്റാണ്ട് ഇപ്പഴും നിക്കുന്നത്. അല്ല നീലെവിടെ ചേച്ചി നീയാണോ നീല ഇടിച്ച് തെറിപ്പിച്ചത്? പാക്കുവേ താങ്കടാ ലവ് യു താങ്ക് യു. സത്യം പറഞ്ഞു ഞാനേ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെ സംസാരിക്കാൻ. ഇപ്പൊ ഇവന്മാര് എന്തൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ലോകത്ത് പോവാ എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. ഇവരെന്താ സംഭവിക്കുന്നത് സംസാരിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ അടുത്ത് പോയി കാണും. ഇവർ സംസാരിക്കുന്ന കേട്ടത് ഭ്രാന്തെടുക്കും തലഭ്രാന്തെടുക്കും വിറ്റപ്പറ്റേ. കണ്ണുചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയും കിക്കിൽ വരുമെന്ന് എന്നാ വരെയും ഇല്ല പറയൽ മാത്രമേ ഉള്ളൂ. അങ്ങേർക്ക് നാട്ടിൽ നിന്ന് ഒരു കിക്ക് വേണമെങ്കിൽ നേരത്തെ കിട്ടും. അങ്ങനെ കിക്ക് വരുന്നതിന് മുമ്പ് മോബി POV LX2 ഫോളോ ചെയ്യാം. അയ്യോ LX2 മിസ് പോയില്ല. നമുക്ക് കുറച്ച് ഇത് കാണാം.